ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് svlog. നമ്മളിന്നൊരു അടിപൊളി ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചില്ലിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു തെർമോക്കോൾ പീസിൻ്റെയൊക്കെ ഉള്ളിലായിട്ടായിരിക്കില്ല ഇത് വെച്ചിട്ടുണ്ടാവുക, പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു പീസാണ് കേട്ടോ ഇത്. ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മളൊരു കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതുപോലെ കളർ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്നായിട്ട് നമുക്കൊരു പിക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു തെർമോക്കോൾ പീസിനുള്ളിലായിട്ട് ഇതാ കറക്റ്റ് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഒരു തെർമോക്കോൾ പീസിൻ്റെ സൈസിൽ നമ്മളൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചേട്ടൻ്റെയും ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഫോട്ടോസ് കളർ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു പിക്ക് മാത്രമേ നമ്മൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇതുപോലെ ഒരുപാട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നായിട്ട് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ആ ഒരു തെർമോക്കോൾ പീസ് ഉണ്ടല്ലോ, അതുമേലായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളവും ഫെവിക്കോളും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഒരു സൈഡ് ഒഴികെ ബാക്കിയുള്ളിടത്തേക്ക് നമുക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഒരു സൈഡിൽ എന്താണ് നമ്മൾ ഒട്ടിക്കാത്തതെന്ന് വെച്ചാൽ അവിടെ ആയിട്ട് നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് പീസും പിന്നെ ഫോട്ടോയും ഉണ്ടല്ലോ, അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റാണ് എടുക്കണേ. ആദ്യം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെറ്റാലിക് കളേഴ്സ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പെയിൻ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് പീസിലേക്കായിട്ട് നമ്മൾ ആദ്യം ഒരു ഫോട്ടോ എടുത്ത് വെച്ചില്ലായിരുന്നോ, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ബാക്കി നിൽക്കുന്ന കാർഡ്ബോർഡ് പീസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു തെർമോക്കോൾ പീസ് എടുത്തില്ലായിരുന്നോ, അതിന് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിനെ 2 പീസായിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആ ഒരു തിക്നെസ്സിൽ നമുക്കെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു തെർമോക്കോൾ പീസിലായിട്ട് ഇതുപോലെ ഒരു ഭാഗത്ത് മാത്രം പെയിൻറ്റ് ചെയ്തില്ലായിരുന്നല്ലോ, അവിടെ ആയിട്ട് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫോട്ടോ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ OHP ഷീറ്റിൽ നിന്നായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ
അപ്പോൾ അത് അത്രയേ ഉള്ളൂ, നമുക്കൊരു അടിപൊളി ഫോട്ടോ ഫ്രെയിം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, എന്ന് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഗിഫ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.